പ്രിയമുള്ള പ്രകൃതി സ്നേഹികളെ, ഞാൻ ബാംഗ്ലൂർ വന്നിട്ട് 40 വർഷം കഴിഞ്ഞിരിക്കുന്നു. അന്നൊക്കെ ഞങ്ങൾ സൺഡേകളിൽ അടുത്തുള്ള ലേക്കുകളിൽ പോവുകയും അവിടെ മീൻ പിടിക്കുകയും അങ്ങനെ അവിടെ തന്നെ വെച്ച് കറി വെക്കുകയോ ചുട്ടു തിന്നുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഈയിടെയായി ആ തടാകത്തിൽ പോയപ്പോഴാണ് തടാകത്തിൻ്റെ സ്ഥിതിഗതി മനസ്സിലായത്. ധാരാളം അഴുക്ക് ചാലുകൾ അതിലേക്ക് കണക്ട് ചെയ്യുകയും ദുർഗന്ധം വമിക്കുന്ന തടാകമായി അത് മാറിയിരിക്കുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ വേദന തോന്നി. അവിടുത്തെ ബോർവെല്ലിൽ കിട്ടുന്ന വെള്ളത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ദുർഗന്ധം വമിക്കുന്ന വെള്ളമാണ് അവിടെ കിട്ടുന്നത്. ഇപ്പം അതുകൊണ്ട് അവിടെ പലയിടത്തും ബോർവെൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇതിന് ഒരു പരിഹാരം കാണണം, അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും ഒരു മാറ്റം വന്നേ പറ്റൂ എന്നുള്ള ചിന്താഗതി എൻ്റെ മനസ്സിലുണ്ടാകുകയും ഞാൻ ലേക്കുകളെ കുറിച്ച് ഒരു പഠനം നടത്തുകയും ചെയ്തു. അന്നേരമാണ് മനസ്സിലായത്, 500 വർഷത്തിന് മുമ്പ് ബാംഗ്ലൂർ ഭരിച്ചിരുന്ന കെമ്പഗൌഡ രാജാവ് ബാംഗ്ലൂരിൽ അന്നുണ്ടായിരുന്ന 500-ൽ പരം ലേക്കുകൾ സംരക്ഷിക്കുകയും അതിൻ്റെ സൈഡ് വാൾ കെട്ടി മഴ കിട്ടുന്ന സമയങ്ങളിൽ ആ വെള്ളം സ്റ്റോർ ചെയ്ത് നിർത്തുന്ന ഒരു സംവിധാനം അദ്ദേഹം ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം കൊണ്ടാണ് ബാംഗ്ലൂരിന്റെ ക്ലൈമറ്റ് തന്നെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം ഞാൻ ഈ തടാകങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ചൊരു പഠനം നടത്തുവാനുള്ള തീരുമാനമെടുക്കുകയും പല പല ഏരിയകളിൽ പോവുകയും പണ്ടുണ്ടായിരുന്ന തടാകങ്ങളുടെ മാപ്പെടുത്തുകൊണ്ട് അവിടേക്ക് ചെന്നപ്പോഴാണ് മനസ്സിലായിരിക്കുന്നത്, 500-ൽ പരം തടാകങ്ങൾ ഉണ്ടായിരുന്ന ബാംഗ്ലൂരിൽ ഇന്ന് 150-ൽ പരം തടാകങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും പല പല കാരണങ്ങളാൽ ഗവൺമെന്റ് തന്നെ ധാരാളം തടാകങ്ങൾ നികത്തുകയും അവിടെ ബിൽഡിങ്ങുകൾ കെട്ടുകയും ചെയ്യുന്നു. കൂടാതെ പല പല ബിൽഡേഴ്സുകളും അവരുടെ ബിൽഡിംഗ് സമുച്ചയങ്ങൾ കെട്ടിപ്പടുക്കുവാൻ തടാകങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. തടാകക്കരകളിലൊക്കെ ചെന്നപ്പോൾ കണ്ടത് പണ്ടുണ്ടായിരുന്നതിൽ വിസ്തൃതി ധാരാളം കുറഞ്ഞിട്ടുണ്ട്. കാര്യം അതിൻ്റെ എൻക്രോച്ച്മെന്റ് ആണ് കൂടുതലുണ്ടായിരിക്കുന്നത്. ധാരാളം ആൾക്കാരുടെ ഉപജീവനമാർഗമായിരുന്ന ഈ തടാകങ്ങൾ ഇന്ന് മലീമസമായിരിക്കുകയാണ്. ഈ തടാകങ്ങളുടെ സ്ഥിതി മനസ്സിലാക്കുകയും ഇപ്പോഴത്തെ സ്ഥിതിക്കൊരു മാറ്റം വരുത്തുവാനുള്ള പ്രവർത്തനം എങ്ങനെ ചെയ്യാം എന്നുള്ള ചിന്താഗതിയിലൂടെയാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് രൂപം കൊടുത്തത്. ഇപ്പോഴാണെങ്കിൽ ഗവൺമെന്റ് തന്നെ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പല ലേക്കുകളും സംരക്ഷിക്കാൻ ഗവൺമെന്റ് തന്നെ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഗവൺമെന്റ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ പൊതുജനങ്ങൾ നമ്മുടേതായിട്ടുള്ള ഉത്തരവാദിത്വം ഇതിനുവേണ്ടി നിർവഹിക്കേണ്ടതുണ്ട്. കാരണം പലയിടത്തും അഴുക്ക് മെറ്റീരിയൽ കൊണ്ട് ലേക്കിലേക്ക് തള്ളുന്ന സ്ഥിതിവിശേഷം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പൊതുജനങ്ങളായ നമ്മൾ ഇത് മനസ്സിലാക്കുകയും ഇത് സമൂഹ വിപത്തായി മാറാതെ ലേക്കുകൾ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഓരോ പൗരനും രംഗത്തിറങ്ങണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. മനുഷ്യാ നീയോർക്ക നിനക്കാണി പ്രകൃതി നശിച്ചാൽ അത് നിന്റെയും നാശം. നിരത്തുന്നു നീന്നു തടാകങ്ങൾ പുഴകൾ കെട്ടുന്നു
മഴ പെയ്താൽ ഒഴുകുവാൻ സ്ഥലമില്ല ഇന്ന്. പേമാരി നിന്നെയും കൊണ്ടൊഴുക്കിയിടുന്നു. എറിയുന്നു നീ നിന്റെ ഉച്ഛിഷ്ടം പുഴയിൽ, തെളിനീർ പുഴയുടെ ഹൃദയം മുറിച്ച്. നിറയ്ക്കുന്നു മണ്ണിട്ടു നീ തടാകങ്ങളെല്ലാം, നശിക്കുന്നു ഓരോരോ ജീവജാലങ്ങളും. നമുക്കാണി പ്രകൃതി എന്നോർക്കാതെ പോയാൽ, നാളെ നിൻ മക്കളും കഷ്ടത്തിലായിടും. നാളെ നിൻ മക്കളും കഷ്ടത്തിലായിടും. ആ ആ ആ കാത്തു സംരക്ഷിക്ക കാടും പുഴകളും വയലും തടാകവും തണ്ണീർത്തടങ്ങളും. വയലും തടാകവും തണ്ണീർത്തടങ്ങളും. മനുഷ്യാ നീ ഓർക്ക, നിനക്കാണി പ്രകൃതി. ലോകത്തിലെ ഏറ്റവും മികച്ച നഗരങ്ങളിൽ ഒന്നാണ് ബാംഗ്ലൂർ അഥവാ ബംഗളൂരു. ഇത് കർണാടക ലെജിസ്ലേറ്റീവ് അസംബ്ലി മന്ദിരം, അതായത് വിധാൻ സൗധ. കുതിച്ചുയരുന്ന നഗരവികസനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ നിരന്തരം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മെഗാ സിറ്റിയാണിത്. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഉള്ളവർ അധിവസിക്കുകയും വന്നുപോവുകയും ചെയ്യുന്ന ഒരു കോസ്മോപൊളിറ്റൻ നഗരമായ ബാംഗ്ലൂർ വികസനത്തിന്റെ സുവർണ ദശയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വൈവിധ്യമുള്ള ചരിത്രവും സംസ്കാരവും ജനജീവിതവും ഒരുമിക്കുന്ന ഇടമാണ് ബാംഗ്ലൂർ. ഉദ്യാനങ്ങളുടെ നഗരം അഥവാ ഗാർഡൻ സിറ്റി എന്നാണ് ബാംഗ്ലൂർ അറിയപ്പെടുന്നത്. വൻമരങ്ങളും അനേകതരം സസ്യജാലങ്ങളും നിറഞ്ഞ് നൂറ്റാണ്ടുകളായി പരിലസിക്കുന്ന ലാൽബാഗും കബൻ പാർക്കും ലോക പ്രശസ്തമായ ഉദ്യാനങ്ങളാണ്. നഗരത്തിന്റെ ഏതു ഭാഗത്തും പൂന്തോട്ടങ്ങളുണ്ട്. തടാകങ്ങളുടെ നഗരം എന്നും ബാംഗ്ലൂർ അറിയപ്പെടുന്നു. നഗരത്തിനകത്തും പുറത്തുമായി 100 കണക്കിന് തടാകങ്ങൾ ഉണ്ടായിരുന്നു. നഗരം വികസിക്കും തോറും തടാകങ്ങൾ അപ്രത്യക്ഷമാവുന്നു. നിലവിലുള്ള തടാകങ്ങളുടെ വിസ്തൃതി കുറഞ്ഞു വരുന്നു.
പക്ഷികളുണ്ടല്ലോ അതിന് നമുക്ക് കുറെ ലെഗ്സ് കാണണം. നമുക്ക് അതിനുള്ള സമയം ഇതുപോലെ ഒത്തിരി തടാകങ്ങളുണ്ട് ഇവിടെ. നമുക്കൊരു കാര്യം ചെയ്യാം. ഞങ്ങൾ 15 ലേക്കുകളെ കുറിച്ച് ഉള്ള ഷൂട്ടിംഗ് നടത്തി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് കാണാം. ഇത് ബേഗൂർ തടാകം. ബേഗൂർ ബാംഗ്ലൂരിൻ്റെ പുരാതന ആസ്ഥാനം ആയിരുന്നു എന്ന് മാത്രമല്ല 9ാം നൂറ്റാണ്ട് മുതലുള്ള വിവിധ ഭരണവംശങ്ങളുടെ വാസ്തുനിർമ്മിതികളും ലിഖിതങ്ങളും ഇവിടെയുണ്ട്. ഇത് ബേഗൂർ തടാകക്കരയിലുള്ള പഞ്ചലിംഗേശ്വര ക്ഷേത്രം. ഇവിടെയുള്ള AD 990 ഒരു ശിലാലിഖിതമാണ് ബാംഗ്ലൂർ എന്ന പേര് ആദ്യമായി പരാമർശിക്കുന്ന ചരിത്രരേഖ. 16ാം നൂറ്റാണ്ടിൽ കെമ്പഗൌഡ ബാംഗ്ലൂർ നഗരം സ്ഥാപിച്ചു. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് ബാംഗ്ലൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും തടാകങ്ങൾ സംരക്ഷിക്കുകയും പുതിയ തടാകങ്ങൾ നിർമ്മിക്കുകയും ചെയ്തത്. ദേവനഹള്ളി തടാകക്കരയിൽ കൃഷ്ണബൈരഗൌഡ സ്ഥാപിച്ച കോട്ട പിന്നീട് ഹൈദർ അലിയുടെ അധീനതയിലായി. അകത്ത് ജനവാസമുള്ള അപൂർവം ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നാണ് ദേവനഹള്ളി കോട്ട. ബാംഗ്ലൂരിൻ്റെയും മൈസൂർ രാജ്യത്തിൻ്റെയും ചരിത്രത്തെ മാറ്റിമറിച്ച ടിപ്പു സുൽത്താൻ ജനിച്ചത് ദേവനഹള്ളി തടാകക്കരയിലുള്ള ഈ സ്ഥലത്താണ്. ബാംഗ്ലൂരിലെ ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥാപിച്ചത് ടിപ്പുവിൻ്റെ പിതാവായ ഹൈദർ അലി ആണെന്ന് ചരിത്രരേഖകളിൽ കാണുന്നു. ടിപ്പുവിൻ്റെ കാലത്തിനു ശേഷം ബാംഗ്ലൂർ ബ്രിട്ടീഷ് അധീനതയിലായി. ബ്രിട്ടീഷുകാരുടെ കാലത്തും തടാകങ്ങളുടെ സംരക്ഷണവും നിർമ്മാണവും തുടർന്നു. നഗരത്തിലെ ജലവിതരണത്തിനു വേണ്ടി സാങ്കി തടാകം നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. നന്നായി സംരക്ഷിക്കപ്പെടുന്ന അൽസൂർ തടാകം 2 നൂറ്റാണ്ടിലേറെയായി ഇന്ത്യൻ കരസേനയുടെ സംരക്ഷണത്തിലാണ്. ലേക്കുകൾ നശിക്കുന്നതിന് പല പല കാരണങ്ങളുണ്ട്. ഈ വേസ്റ്റേജ് എല്ലാം കൊണ്ട് ഇവിടെ ഡംപ് ചെയ്യുന്നുണ്ട് ലേക്കിൻ്റെ സൈഡിൽ. അതുകൂടാതെ ഈ അഴുക്ക് ചാലുകളെല്ലാം ഈ ലേക്കിലേക്ക് കണക്ട് ചെയ്തിട്ട്, അത് തന്നെ നമുക്ക് ഇവിടെ കാണാൻ കണക്ട് ചെയ്തിട്ട് ലേക്കുകളെല്ലാം ആ വെള്ളമെല്ലാം ഡാമേജ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നടന്നത്. പിന്നെ എൻക്രോച്ച്മെന്റ്, അടുത്തുള്ള ആൾക്കാരെല്ലാം എൻക്രോച്ച് ചെയ്ത് വലിയ നിങ്ങൾ നോക്കിയാൽ കാണാം, വലിയ ഫ്ലാറ്റുകളെല്ലാം എൻക്രോച്ച് ചെയ്തിട്ട് കിട്ടിയിരിക്കുന്നതാണ്. അങ്ങനെ പണ്ടുണ്ടായിരുന്ന ലേക്കുകളെല്ലാം ഇപ്പോൾ ചുരുങ്ങി അതിൻ്റെ പകുതി പോലും ഇല്ല. നഗരത്തിലും പരിസരത്തുമായി ഉണ്ടായിരുന്ന 500-ൽ ഏറെ തടാകങ്ങളായിരുന്നു ബാംഗ്ലൂരിൻ്റെ കാലാവസ്ഥയെ സുഖശീതളമായി നിലനിർത്തിയിരുന്നത്. പക്ഷേ ബാംഗ്ലൂരിൻ്റെ കാലാവസ്ഥയാകെ തകിടം മറിഞ്ഞിരിക്കുന്നു. കോൺക്രീറ്റ് കെട്ടിട സമുച്ചയങ്ങളുടെ
ഒരു കൊടുങ്കാടായി തീർന്നിരിക്കുന്ന ബാംഗ്ലൂരിലെ 100-ലേറെ തടാകങ്ങൾ കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ പൂർണ്ണമായും അപ്രത്യക്ഷമായി. ബാംഗ്ലൂരിന്റെ സ്ഥിരാകേന്ദ്രമായ മെജസ്റ്റിക് പ്രദേശം, ഇപ്പോഴത്തെ കെമ്പഗൌഡ ബസ് സ്റ്റേഷൻ നിൽക്കുന്ന ഇടം ധർമാംബുദി എന്ന തടാകമായിരുന്നു. കൃഷ്ണരാജേന്ദ്ര മാർക്കറ്റ് അഥവാ KR മാർക്കറ്റ് പ്രദേശം സിദ്ദിഖട്ടെ തടാകവും കണ്ടീരവ സ്റ്റേഡിയം ഉള്ള സ്ഥലത്ത് സാംബികെ തടാകവുമായിരുന്നു. കോർമംഗല തടാകം നികത്തിയാണ് നാഷണൽ ഗെയിംസ് വില്ലേജ് പടുത്തുയർത്തിയത്. മില്ലേഴ്സ് തടാകം ഉണ്ടായിരുന്നിടത്താണ് അംബേദ്കർ ഭവൻ, ഗുരുനാനാക്ക് ഭവൻ, ബാഡ്മിന്റൺ കോർട്ട് മുതലായവ പണിതിരിക്കുന്നത്. കാരഞ്ചി തടാകം ഗാന്ധി ബസാറായും കാടുകൊണ്ടനഹള്ളി തടാകം അംബേദ്കർ മെഡിക്കൽ കോളേജ് ക്യാമ്പസായും മാറി. ഡോംലൂർ, സുഭാഷ് നഗർ, കുർബരഹള്ളി, കോടിഹള്ളി, ശ്രീനിവാഗിലു, മാരനഹള്ളി, കചർക്കനഹള്ളി, ബാലകുലഹുണ്ടെ, ജരകനഹള്ളി മുതലായ അനേകം തടാകങ്ങൾ റെസിഡൻഷ്യൽ ലേഔട്ടുകളായി. ശ്മശാനങ്ങളായും സ്റ്റേഡിയങ്ങളായും ഉദ്യാനങ്ങളായും നിരവധി തടാകങ്ങൾ മാറ്റപ്പെട്ടു. ചല്ലഘട്ട തടാകം നികത്തിയാണ് ഗോൾഫ് ലിങ്ക് നിർമ്മിച്ചിരിക്കുന്നത്. തടാകങ്ങൾ ഉപയോഗശൂന്യമാകുന്നതിനും വിസ്തീർണം കുറയുന്നതിനും പ്രധാന കാരണങ്ങൾ മലിനജലം നിറയുക, കുപ്പയും മറ്റു മാലിന്യങ്ങളും തടാകത്തിൽ തള്ളുക, കയ്യേറ്റത്തിനു വേണ്ടിയുള്ള നികത്തൽ ഇവയാണ്. തടാകക്കരയിൽ നിക്ഷേപിക്കപ്പെടുന്ന മാലിന്യം മഴക്കാലത്ത് തടാകത്തിലേക്ക് ഒഴുകിയിറങ്ങുന്നു. നഗരമാലിന്യങ്ങൾ നഗരാതിർത്തിക്കു പുറത്തുള്ള ഗ്രാമങ്ങളിലെ തടാകങ്ങളിലും തടാകക്കരയിലും നിക്ഷേപിക്കപ്പെടുന്നു. രാസമാലിന്യങ്ങളുടെ ആധിക്യം കാരണം ജലത്തിനു തീപിടിച്ച ബലന്തൂർ തടാകവും അത്ര തന്നെ മലിനമായിരുന്ന വർത്തൂർ തടാകവും ഇപ്പോൾ ജലരഹിതമാണ്. ഈ തടാകങ്ങളിലേക്ക് ഇപ്പോൾ ഒരു വിധത്തിലുള്ള നീരൊഴുക്കുകളും ഇല്ല. ബലന്തൂർ, വർത്തൂർ തടാകങ്ങളിലേക്ക് ഒഴുകിയെത്തിയിരുന്ന മലിനജലം കനാലുകളിലൂടെ വിദൂര പ്രദേശങ്ങളിലേക്ക് ഒഴുക്കി വിടുകയാണിപ്പോൾ. തടാകങ്ങളിലെ മാലിന്യം നിറഞ്ഞ മണ്ണും ചെളിയും നീക്കം ചെയ്താൽ മാത്രമേ തടാകങ്ങളിൽ വെള്ളം കെട്ടിനിർത്താൻ കഴിയൂ. തടാകങ്ങളിലെ മണ്ണ് ഫലഭൂയിഷ്ടമാണെന്നും അത് സൗജന്യമായി കർഷകർ നീക്കം ചെയ്തോട്ടെ എന്നും സർക്കാർ നിർദ്ദേശിച്ചെങ്കിലും രാസമാലിന്യം അധികമുള്ള തടാകത്തിലെ മണ്ണ് കൃഷിയിടങ്ങളിൽ നിക്ഷേപിക്കുന്നത് ഗുണത്തെക്കാളേറെ ദോഷമാണെന്നും കർഷകർ അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവയൊക്കെ വലിയ തടാകങ്ങളായിരുന്നു. ഇപ്പോൾ ആകെ അലങ്കോലപ്പെട്ട് വിസ്തൃതി കുറഞ്ഞിരിക്കുന്നു.
തടാക പ്രദേശം കയ്യേറി നിർമ്മിച്ച ഒരു കെട്ടിടം സർക്കാർ ഇടപെട്ട് ഇടിച്ചു നിർത്തിയതിൻ്റെ ദൃശ്യമാണിത്. പക്ഷേ ഇത്തരം നടപടികൾ അപൂർവമായേ സംഭവിക്കാറുള്ളൂ. വികസന പ്രവർത്തനങ്ങൾ ഏറെ നടക്കുന്നുണ്ടെങ്കിലും തടാകങ്ങളിൽ വെള്ളമില്ലാത്ത അവസ്ഥയും ഉണ്ട്. ഇത് വിശ്വാസികൾ പിതൃബലിക്കും മറ്റു മരണാനന്തര കർമ്മങ്ങൾക്കും എത്തുന്ന ഇടമാണ്. ശിരോമുണ്ടനത്തിൻ്റെ മുടിയും പൂക്കളും പ്ലാസ്റ്റിക്കും മറ്റു തുണികളും ഭക്ഷ്യാവശിഷ്ടങ്ങളുമൊക്കെ കൂടിക്കിടക്കുകയാണ്. മഴ പെയ്യുമ്പോൾ ഇതെല്ലാം ഒലിച്ചിറങ്ങി തടാകത്തിലെത്തുന്നു. വാഹനങ്ങളിൽ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ചില തടാകങ്ങളിലേക്ക് നേരിട്ട് തള്ളിയിരിക്കുന്നത് കാണാം. അടുത്ത പ്രദേശങ്ങളിൽ നിന്നുള്ള കുപ്പ തടാകക്കരയിലാകെ ചിതറിക്കിടക്കുന്നു. പായലും കളയും കയറി തടാകങ്ങൾ കുറേശ്ശെയായി നശിക്കുന്നു. കയ്യേറ്റം മൂലം പല തടാകങ്ങളുടെയും വിസ്തീർണം തീരെ കുറഞ്ഞു പോവുകയോ തടാകം തന്നെ ഇല്ലാതാവുകയോ ചെയ്യുന്നു. ನಮ್ಮ ಗ್ರಾಮ ಪಂಚಾಯತ್ ಸೇರಿದ ಕೆರೆ ಈ ಕೆರೆ ಬಂದು ನಮ್ಮ ಗ್ರಾಮ ಪಂಚಾಯತ್ ಸೇರಿದ ಕೆರೆ ಇದು ಇಲ್ಲಾಂದ್ರೆ 30-32 ಎಕರೆ ಬರುತ್ತೆ. ಫಸ್ಟ್ ಮರಗಳಿತ್ತು, ಈ ದೊಡ್ಡ ದೊಡ್ಡ ಮರಗಳಿತ್ತು, ಅದೆಷ್ಟೋ ಲಕ್ಷ ಕೊಟ್ಟರು. ಅದು 63 ಲಕ್ಷ ಕೊಟ್ಟಿದ್ದಾರೆ, ಸೇಲ್ ಮಾಡಿದ್ರು. ಈಗ ಗಿಡಗಳಿಲ್ಲ, ಗಿಡಗಳು ಮತ್ತೆ ಎಲ್ಲ ರಿಕವರ್ ಮಾಡ್ತಾ ಇದಾರೆ. ನೀರು ಬರ್ತಾ ಇರ್ತದೆ, ಹೋಗ್ತಾ ಇರ್ತದೆ ಇದರಲ್ಲಿ. ಹೌದಾ? ನೀರು ಅಲ್ಲಿ ಜಾಸ್ತಿ ನೀರಿದೆ ಈಗ? ನೀರು ಸೂಪರ್ ಇದೆ ಸರ್, ನೀರು ಜಾಸ್ತಿ ಇದೆ. ಮೀನೆಲ್ಲ ಇದೆ. ಮೀನ್ ಈಗ ಸಿಗಲ್ಲ, ನೀರು ಕಮ್ಮಿ ಆದ್ಮೇಲೆ ಜನಗಳು ಬಂದು ಹಿಡಿತಾರೆ. ಹೌದಾ? ಬೇರೆ ಗವರ್ಮೆಂಟ್ ಏನು ಬಿಡಂಗಿಲ್ಲ. ಈಗ ಇದು ಬರುತ್ತೆ TMC ನೀರು ಕೆರೆಗಳಿಗೆ ಬರ್ತಾ ಇದೆ. ಏನು 3 ಕಿಲೋಮೀಟರ್ 4 ಕಿಲೋಮೀಟರ್ ಔಟ್ ಸೈಡ್ ಇದೆ. ಮತ್ತೆ ನಮ್ಮ ಕೆರೆಗೆ ಫಸ್ಟ್ ಬರುತ್ತೆ, ಆಮೇಲೆ ಮಾಲೂರು ಕೆರೆ ಬರುತ್ತೆ. ಕೆರೆಗೆ ನೀರು ಬಿಡ್ತಾರಂತೆ, ಪೈಪ್ ಲೈನ್ ಎಲ್ಲ ಬಂದಿದೆ, ನೀರು ಮಾಡ್ತಾರೆ. ನಾವು ಇದೇ ಊರವರು. ಇದು ಹೆಸರು ಲೇಕ್ ಹೆಸರು ಸುಬ್ಬಾರೆಡ್ಡಿ ಕೆರೆ. ಯಾರು ಮೇಂಟೈನ್ ಮಾಡ್ತಾರೆ? ಗ್ರಾಮ ಪಂಚಾಯತಿ. ಇದು ಮೀನೆಲ್ಲ ಇದೆಯಮ್ಮ? ಮೀನಿದೆ, 3 ಲಕ್ಷ ಮೀನಿದೆ, ಇದ್ದಾರೆ. ಅವಾಗ ಹಿಡಿತಾರೆ. ಅದು ಯಾರು? ಫಿಶರೀಸ್ ಡಿಪಾರ್ಟ್ಮೆಂಟ್ ಕೊಟ್ಟು? ಹೌದು, ಫಿಶ್ ಡಿಪಾರ್ಟ್ಮೆಂಟ್ಗೆ ಏನೇನು ಬರ್ತಾರೆ. ಆಕ್ಷನ್ ಇದೆ ಇದಕ್ಕೆ, ಆಕ್ಷನ್. ಇದು ಏನೇನೆಲ್ಲ ಮೀನು ಇದೆ? ಅರವಿಂದ್ ಇದೆ, ಆಮೇಲೆ ಬಾಗಡ ಇದೆ, ಬೇರೆ ವೆರೈಟಿ ಇದೆ. ನೀವು ಎಷ್ಟು ಕ್ಲಾಸ್ ಓದಿದ್ದು? 7th. ಮತ್ತೆ ಇಂಗ್ಲೀಷ್ ಅಲ್ಲೇ ಮಾತಾಡೋದು? ಏನು ಮಾಡೋದು? ಇದು ಈ ಆಲ್ಮರಿ ಎಲ್ಲ ಏನಿದು? ಇದು ಪೂಜೆ ಇದೆ, ವಜ್ರಮುನೇಶ್ವರ ಅಂತ ದೇವಸ್ಥಾನ. ಅದು ಅಲ್ಲಿ ಬಂದು ಪೂಜೆ ಮಾಡ್ತಾರೆ ವೀಕ್ಲಿ, ಇಯರ್ಲಿ ಒಂದ್ಸಲ. ಮೀನು ಎಷ್ಟು ಮೀನಿದೆ? ಜಾಸ್ತಿ ಅವೆ. ದೊಡ್ಡ ಮೀನು ಅದ ಇಷ್ಟು ಪಾತ್ರ ಐತೆ ಅಷ್ಟೇ. ಹೌದಾ? ಎಲ್ಲ ಜಾಸ್ತಿ ಇದೆಯಾ? ಇದೊಂದಲ್ಲ, ಆ ಉದ್ದಿಗೂ ಅಲ್ಲುಗಟ್ಟ ಅಲ್ಲುಗಳು ಜಾಸ್ತಿ. ಎಷ್ಟು ಎಕರೆ ಇದೆ ಇದು ಕೆರೆನ ಜಾಸ್ತಿ ಅದ ಐತೆ. ಇದು ಅಲ್ಲ ತೋಟಗಳು ಮಾಡ್ಕೊಂಡಿದ್ರು, ಬಿಡಿಸ್ಬಿಟ್ರು. ಅದೆಷ್ಟು ಎಕರೆ ಇದೆ ಅಂತ ಹೇಳ್ತಾರ, ನನ್ಗೆ ಗೊತ್ತಾಗಲ್ಲ. ಅಲ್ಲ ಅಲ್ಲಿ ಆ ಕಟ್ಟುಗಂಟ ಅದೇ ಅಲ್ಲ ಲಾಸ್ಟ್ ಎಷ್ಟು ಇದಿದೆ? ಐತೆ. ಒಂದು ಎಷ್ಟೋ ಎಕರೆ ಇದೆ ಅಂತ ಹೇಳ್ತಾರ.
ಮೀನೆಲ್ಲ ಇದೆ ಇದರಲ್ಲಿ? ಮೀನು ದೊಡ್ಡ ದೊಡ್ಡ ಮೀನುಗಳೆಲ್ಲ ಇವೆ. ಹೌದಾ? ಚಾಟ್ಲಿ ಹಾಕುಗಳು, ಮಾರಿಗಳು, ಕೀಟ್ ಮೀನುಗಳೆಲ್ಲ ಈ ಕಡೆ ಎಲ್ಲ ಇವೆ. ಹುಡುಗರು ಗಾಳಗಳಾಗೆಲ್ಲ ಇದ್ದಿದ್ದಾರೆ. ಮರ ಅದೇ ಇದು ಲೆಕ್ಕಮ್ಮ. ಇದು ಕುರಿಗಳು ಎಷ್ಟು ಇದೆ ನಿಮ್ಗೆ? ನಮ್ಮದು 30 ಕುರಿ. 30? ಏನು ಸಿಗೋದು ಒಂದಕ್ಕೆ? ಒಂದು ಸೇಲ್ ಮಾಡಿದ್ರೆ ಕುರಿ ಇದ್ದಾಗಲ್ಲ, ಕುರಿ ಹೆಂಗಿರ್ತದ ಹಂಗೆ. ಹಿಂಗೇನು? 1000 ಸಿಗೋದಾ ಒಂದಕ್ಕೆ? ಒಂದು ಕುರಿ 4000 5000 ಅಷ್ಟೇ. ಅವ್ರು ಕೆಜಿ ಲೆಕ್ಕ ತೆಗೆಯೋದು. ಇದು ಯಾರು? ಮಗನು ನಿಮ್ಮ ಹೆಸರು ಏನು? ಯಂಗಮ್ಮನ ಅಂತ ಸೊಂದೂರಲ್ಲಿ ಮಾಲೂದೆ. ಮಾಳೂರೇ. ಇಲ್ಲಿ ಬಂದು ಎಷ್ಟು ವರ್ಷ ಆಯ್ತು? ನಾವು ಇಲ್ಲೇ ಇಲ್ಲೇನೆ ಸ್ವಂತ ಮನೆ. ಯಜಮಾನ್ರು ಅವರೇ. ಮನೆಯಲ್ಲಿ ಇದೆಯಾ? ಮನೆ ಐತೆ, ಇನ್ನೇನು ಇಲ್ಲ. ಅದು ತಗೊಂಡಿದ್ದು ಸ್ವಲ್ಪ ತಗೊಂಡಿದ್ದು. ഇവർ തലമുറകളായി ഈ തടാകക്കരയിൽ ആടുമേച്ചു കഴിഞ്ഞിരുന്നവരാണ്. ഇപ്പോൾ ആടുകൾക്ക് തീറ്റ തേടി പച്ചപ്പുള്ള ഇടങ്ങളിലേക്ക് പോയിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങുകയാണ്. ആടുവളർത്തൽ കൂടാതെ മത്സ്യബന്ധനത്തെയും ആശ്രയിച്ച് ആളുകൾ കഴിഞ്ഞിരുന്നു. ഇപ്പോഴും അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. ಆರು ಜನ ಇದೆ. ಅವ್ರೇನ್ ಮಾಡ್ತಾ ಇದ್ರು? ಎಲ್ಲ ಕೂಲಿ ಕೆಲಸಕ್ಕೆ ಹೋಯ್ತಾರೆ. ಬೇರೆ ನಿಮ್ಮ ಅವರೇ ಇದೆಯಾ ಯಜಮಾನ್ರು? ಅವರೇ. ಅವ್ರೇನ್ ಮಾಡ್ತಿದ್ರು? ಅವ್ರಿಲ್ಲೆಲ್ಲ ಗೇಟ್ಗೆ ಹೋಗಾರ. ಹಿಂಗೆ ವಯಸ್ಸಾಗೋಗ್ಬಿಟ್ಟೈತೆ. ಅದು ಮಕ್ಕಳೆಲ್ಲ? ಮಕ್ಕಳು ಇಲ್ಲೇ ಅವ್ರೆ. ಬಾಡಿಗೆ ಮನೆಗೆ ಗೇಟ್ನಾಗ ಇದ್ವಿ. ಮನೆಯೆಲ್ಲ ಇಲ್ಲ? ಮನೆ ಇಲ್ಲ. ಇಲ್ಲ. ವರ್ಷ ಕಟ್ಟಬೇಕು. ಆಪ್ಷನ್ ಆಗಿರೋದು ಅದು ಒಂದು ವರ್ಷ ಎಷ್ಟು ಇದು ಕಟ್ಬೇಕು? 100 1 ಲಕ್ಷ ಎಲ್ಲ ಕಟ್ಬೇಕಪ್ಪ. ಅದೆಲ್ಲ ಕಟ್ಬಿಟ್ಟು ಇದು ಲಾಭ ನಷ್ಟ? ಲಾಭನೆಲ್ಲ ಯಾತ್ರದ್ದು ಇಲ್ಲ ಹೇಳು. ನೋಡೋಣ. ಅದ್ರ ಪಂಚಾಯತಿಗೆ ನೀವು ಕಾಸು ಕಟ್ಬೇಕು. ಇದು ಎಷ್ಟು ಎಕರೆ ಇರ್ಬೋದು? ಅದು ಎಷ್ಟಾಯ್ತೋ ಅಲ್ಲ ಗೌರ್ಮೆಂಟಿಗೆ ಗೊತ್ತು. ನಿಮ್ಗೇನು ಗೊತ್ತಿಲ್ಲ. ನೀರು ಇಲ್ಲಿ ಕೆಳಗೆ ಹೋಗುತ್ತೆ. ಅದು ನೀರು ಸ್ವಲ್ಪ ಬಿಟ್ಟು ನೀರೇ ಇರಲಿಲ್ಲ. ಮೊನ್ನೆ ನೀರು ಬಂದಿರಲ್ಲ. ಹೌದಾ? ಮಳೆಯಲ್ಲಿ ಸಿಗೋದು ನೀರು ಅಷ್ಟೇ, ಬೇರೆ ನೀರು ಬರೋದಿಲ್ಲ. ಸರಿ. ನಿಮ್ಮ ಹೆಸರು ಏನು? ನಿಮ್ಮ ಹೆಸರು? ನಮ್ಮ ಹೆಸರು ಸಂದೇಗಪ್ಪ ಅಂತ. ಸಂದೇಗಪ್ಪ. ಈ ಕರೆ ಹೆಸರು? ಕೆರೆ ಹೆಸರು ಈ ಕರೆ സിംഗൻകരെ. സിംഗൻകരെ. തടാകങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ എന്ന പേരിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ കാരണം തടാകങ്ങളുടെ വിസ്തൃതി ചുരുങ്ങി വരുന്നത് വ്യക്തമാണ്. നൂറ്റാണ്ടുകളായി സ്വാഭാവികമായും അല്ലാതെയും ബന്ധപ്പെട്ട് കിടന്ന് വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കുകയും മനുഷ്യജീവന്റെ നിലനിൽപ്പിന് വേണ്ടുന്നതൊക്കെ നൽകുകയും ചെയ്തിരുന്ന തടാകങ്ങളെ ഒറ്റപ്പെടുത്തി ഇപ്പോൾ വേലികൾക്കകത്ത് സുരക്ഷിതമായി കെട്ടിക്കിടക്കുന്ന മലിനജല ശേഖരം മാത്രമായി കഴിഞ്ഞിരിക്കുന്നു. കാണാൻ ഭംഗിയുള്ള ഈ തടാകത്തിലെ ജലം കൊണ്ട് എന്ത് പ്രയോജനം? തടാകങ്ങൾക്ക് ചുറ്റും നടപ്പാതകളും ഉദ്യാനങ്ങളും മറ്റ് ഉല്ലാസ കേന്ദ്രങ്ങളും നിർമ്മിച്ചും തടാകങ്ങളുടെ വിസ്തൃതി വലിയ തോതിൽ കുറച്ചുകൊണ്ടുവരുന്ന തടാക വികസനമാണ് നാം കാണുന്നത്.
വർഷമായിട്ട് ഈ ലേക്കിനെ കുറിച്ച് അറിയാം. ഇത് വളരെ പഴക്കം ചെന്ന ലേക്കല്ലേ? വളരെ പഴക്കം ചെന്ന ലേക്കാണ്. ഇതിന്റെ വിസ്തീർണം ഇത്രയും തന്നെ ആയിരുന്നോ അതോ കൂടുതൽ? അല്ല. രാമസ്വാമി കമ്മീഷൻ്റെ ഫൈൻഡിങ് അനുസരിച്ചിട്ട് ഇതിൽ കൂടുതൽ ഭാഗം ആ ഭാഗത്ത് ബിൽഡിങ്ങുകളൊക്കെ ഇപ്പോൾ ചെയ്തിരിക്കുന്നതൊക്കെ ലാൻഡാണ്, ലേക്കിൻ്റെ ഭാഗമാണ്. അതേമാതിരി പടിഞ്ഞാറ് ഭാഗത്തും കൂടുതൽ ലേക്കിൻ്റെ ഭാഗം ഓക്കുപ്പൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഭാഗം സ്ലം വന്നിട്ട് അത് ഒത്തിരി പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാലക്രമേണ ഇത് ക്ഷയിച്ച് വരികയാണ്. പക്ഷെ ഇപ്പൊ ലേക്ക് അതോറിറ്റി ഏതാണ്ടൊക്കെ ചെയ്യുന്നതായിട്ട് ഇപ്പോൾ ഒരു 3-4 കൊല്ലമായിട്ട് ഇത് ഡീസിൽറ്റ് ചെയ്തു പൂർണ്ണമായിട്ട്. അതിനുശേഷം പിന്നെ ഇതിൻ്റെ സൈഡെല്ലാം സ്ട്രെങ്തൻ ചെയ്തു. ഇപ്പോൾ കുറച്ച് ഭേദപ്പെട്ട നിലയിലാണ് ഇപ്പോൾ ഈ ലേക്കിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്. അല്ല, ഇതില് മീൻ വളർത്തൽ നേരത്തെ ഉണ്ടായിരുന്നു. ഇത് ഡീസിൽറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനകത്ത് മീൻ വളർത്തലുണ്ടായിരുന്നു, മീൻ പിടിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡീസിൽറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ അതിനകത്ത് മീനെ നിക്ഷേപിച്ചിട്ടില്ല. ഇത് കംപ്ലീറ്റ് മഡ് എടുത്ത് പുറത്ത് കംപ്ലീറ്റ് മഡ് എടുത്തിട്ട് 100% ഡീസിൽറ്റ് ചെയ്ത്. അത് ശരി. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ആ ഭാഗത്തൊക്കെ എത്തുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 6 അടിയെങ്കിലും തീർച്ചയായിട്ടും വെള്ളം അവിടെ സ്റ്റോർ ആകുന്നുണ്ട്. അത് ശരി. ഓക്കെ. മഴവെള്ളം എങ്ങനെയാണ് ഇതിൽ സ്റ്റോർ ചെയ്യുന്നത്? ഇത് മഴവെള്ളം 2 ഫിൽറ്ററുകളാണുള്ളത്. ഒന്ന് ഈ ഫിൽറ്ററും ഒന്ന് ആ ഭാഗത്തായിട്ട്. ഈ 2 ഫിൽറ്ററിൽ കൂടെ ഫിൽറ്റർ ചെയ്തിട്ടാണ് ഈ മഴവെള്ളം ഇതിലേക്ക് കയറുന്നത്. ഇത് പൂർണ്ണമായിട്ടും ഒരു സംരക്ഷിത ലൈറ്റായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ അടുത്ത സമയത്ത്. അപ്പോൾ അത് ഇവിടുത്തെ താമസക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ്.